തിരുവനന്തപുരം പേരൂർക്കടയിലെ മാല മോഷണ കേസ് നുണക്കഥ എന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ട്. മോഷണം പോയ മാല വീടിന് പുറത്തുള്ള മാലിന്യ കൂനയിൽ നിന്നാണ് കിട്ടിയത് എന്നായിരുന്നു പോലീസിന്റെ കള്ളക്കഥ. എന്നാൽ മറവി പ്രശ്നമുള്ള വീട്ടുടമ വീടിനുള്ളിൽ തന്നെ മാല വച്ചെന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കണ്ടെത്തി. വീട്ടുജോലിക്കാരിയായിരുന്ന ബിന്ദുവിന്റെ അറസ്റ്റ് ന്യായീകരിക്കാൻ ഉദ്യോഗസ്ഥർ കഥ മെനയുകയായിരുന്നു. SHO ശിവകുമാറിനെതിരെ നടപടി വേണമെന്നും ശുപാർശയുണ്ട്. ജിബിൻ JB വിശദവിവരങ്ങളുമായി ചേരുന്നു. ജിബിൻ, ഗുഡ് മോർണിംഗ്. വീണ്ടും പോലീസിന്റെ അതിക്രമങ്ങളിൽ ഒരു കള്ളക്കഥ കൂടി വന്നിരിക്കുന്നു. പേരൂർക്കടയിലെ മാല മോഷണ കേസിൽ കെട്ടിച്ചമച്ചതാണ് എന്ന്. വിശദവിവരങ്ങൾ എന്താണ് ജിബിൻ? മോത്തി ഏകദേശം 2 മാസം മുൻപാണ് നെടുമങ്ങാട് പനയമുട്ടം സ്വദേശിനിയായിട്ടുള്ള ബിന്ദുവിനെതിരെ ഓമന ഡാനിയൽ എന്ന് പറയുന്ന പേരുണ്ട പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകുന്നത്. ഇവരുടെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു. അതുകൊണ്ട് ഇവരുടെ വീട്ടിൽ വെച്ച് കാണാതായ മാല ഈ ബിന്ദു എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി നൽകുന്നു. തുടർന്ന് പോലീസ് ഈ ബിന്ദുവിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. 2 ദിവസമാണ് ഇവർക്ക് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ വിവസ്ത്രയാക്കി ദേഹപരിശോധന ഉൾപ്പെടെ നടത്തിയത്. അതിനുശേഷം അത് വലിയ രീതിയിലുള്ള വാർത്തയാവുകയും ചെയ്തിരുന്നു. അന്ന് മുതലേ ബിന്ദു പറയുന്ന ഒരു കാര്യമുണ്ട്, താൻ ആ മാല എടുത്തിട്ടില്ല, അങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന ആളായിരുന്നു. പക്ഷേ പോലീസ് അത് വിശ്വസിക്കാതെ ബിന്ദുവിന് വലിയ രീതിയിൽ പോലീസ് സ്റ്റേഷനിലെത്തി മൃഗമായി പിടിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്ന് ഈ മാല എടുത്തത് താനാണെന്ന് സമ്മതിച്ചില്ലെങ്കിൽ തന്റെ ഭർത്താവിനെ മക്കളെ കള്ളക്കേസിൽ കൊടുക്കുമെന്ന് പോലീസ് ഭീഷണിപ്പെടുത്തിയതായി വന്ന് ബിന്ദു പറയുന്നത്. പക്ഷേ ആ സമയത്തൊക്കെ പോലീസിന്റെ ഇന്റേണൽ ആയിട്ടുള്ള അന്വേഷണമൊക്കെ പോലീസിനെ ന്യായീകരിക്കുന്ന തരത്തിലായിരുന്നു. തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടുകൊണ്ടാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തെ വെച്ചുകൊണ്ട് ഈ കേസിൽ ഒരു അന്വേഷണം നടത്തിയത്. ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ ജില്ലാ പ്രത്യേക അന്വേഷണ സംഘം മനുഷ്യാവകാശ കമ്മീഷന്റെ നൽകിയിട്ടുള്ള റിപ്പോർട്ടിലാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതര വീഴ്ചയും ഈ കഥ കെട്ടിച്ചമച്ചത് പോലും പോലീസാണ് എന്നുള്ള ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഓമന ഡാനിയൽ എന്ന് പറയുന്ന പരാതിക്കാരി ഇവരൊരു മറവി രോഗമുള്ള ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ മാല വീട്ടിന്റെ അകത്ത് എവിടെയോ വെച്ച് മറന്നതാണ്. തുടർന്ന് ഇവർ മാല കിട്ടാതെയായപ്പോൾ പോലീസിൽ പരാതി നൽകി. തുടർന്ന് ബിന്ദുവിനെ പോലീസ് സ്റ്റേഷനിലെത്തി 2 ദിവസം ചോദ്യം ചെയ്തു. വിവസ്ത്രയാക്കി ഒരു തുള്ളി വെള്ളം പോലും നൽകാതെ ചോദ്യം ചെയ്തു. എന്നിട്ടും ബിന്ദു സമ്മതിച്ചില്ല. ഇതിനിടയിലാണ് വീടിന്റെ അകത്ത് നിന്ന് തന്നെ ഓമന ഡാനിയലിന്റെ മാല കിട്ടിയത് എന്നാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ആ അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അന്ന് പോലീസ് ഒരു കഥയുണ്ടാക്കിയത് ഈ വീടിന് സമീപത്തുള്ള ചവർക്കൂനയിൽ നിന്നാണ് മാല ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ബിന്ദു ഈ വീട്ടിൽ നിന്ന് മാല എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ കൊണ്ട് ഉപേക്ഷിച്ചതാകാം എന്നാണ് അന്ന് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പോലീസ് കെട്ടിച്ചമച്ച ആ കഥ കള്ളക്കഥയാണ് എന്ന് തെളിയിക്കുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അന്ന് പേരൂർക്കട SHO ആയിരുന്ന ശിവകുമാറിനെതിരെയും മറ്റ് പോലീസുകാർക്കെതിരെയും നടപടി വേണമെന്ന് കൂടി ഈ ഒരു റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നുണ്ട്. മോദി, ശരി ജിബിൻ, ഈ റിപ്പോർട്ടിൽ വളരെ വിശദമായി തന്നെ ഇക്കാര്യങ്ങൾ പറയുന്നുണ്ട്.